ഹലോ ഗൈസ് വാട്സാപ്പ്. അപ്പോൾ നമ്മൾ ARK നമ്മൾ പിന്നെ ബേസ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ബേസ് ക്രാഫ്റ്റിൻ്റെ വീഡിയോയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ ബേസ് ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണം, അതൊക്കെ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. നമ്മൾ ഇപ്പോൾ ഇതാണ് ഫോണിലാണ്, നെതറിലാണ് ഫോണിലെ നെതർ. ഇവിടെ നമ്മുടെ ബേസിൻ്റെ എക്സ്പേർട്ട് ഫാൾക്കൺ നോട്ടർ ബ്ലോഡ് ടൈഗർ, പിന്നെ ഇവിടെ അമ്പാടി പാത്ത് ഞാനും കുറേ സെറ്റ് ചെയ്തിരിക്കണു, പിന്നെ കുറച്ച് പ്ലേസ് സെറ്റ് ചെയ്തിരിക്കണു. അമ്പാടി ഞാൻ പിന്നെ എല്ലാവരും സെറ്റ് ചെയ്തിരിക്കണു തോന്നുന്നു, എനിക്ക് അറിയില്ല. ഞാൻ അമ്പാടി വീസിലിനോട് കുറച്ചൊക്കെ സെറ്റ് ചെയ്തിരുന്നു, പിന്നെ എക്സ്പേർട്ട് സെറ്റ് ചെയ്തു തോന്നുന്നു, പിന്നെ ഫാൾക്കൺ സെറ്റ് ചെയ്തു തോന്നുന്നു, അറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് ബേസിക്ക് കൂട്ടാം. പിന്നെ ഇവിടെ എന്താ ആവശ്യ ട്രിൻസോയുടെ ബേസ് ഉണ്ട്. ബേസ് ടൂർ നമുക്ക് നടത്തുന്നുണ്ട്, ഒരു വീഡിയോയിൽ നമുക്ക് ബേസ് ടൂർ നടത്തണം. പിന്നെ ബ്ലോഡ് ടൈഗർ, കൊടുംകാട്, ഫാൾക്കൺ, പിന്നെ എക്സ്പേർട്ടിൻ്റെയാണ്. ആ ലോങ്ങിൽ കണ്ണേത്ത എക്സ്പേർട്ടിൻ്റെയാണ്. എക്സ്പേർട്ട് അതിനപ്പുറമാണ് നമ്മളെ ഡെക്സ്ട്രോയുടെ ബേസ്. ഇതിനും പോവുക, പിന്നെ വേറെ സൈഡിൽ പോയി ഡെക്സ്ട്രോയുടെ ബേസ് പോവുക. ഇതിനും പോയി ഡെക്സ്ട്രോയുടെ ബേസൊക്കെ എത്തും. ഇതിനും നമ്മുടെ ബേസൊക്കെ എത്തും. നമ്മുടെ പോർട്ടലൊക്കെ വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഞാൻ ഫുഡൊക്കെ കേട്ടാൻ ബേസ് കുഴപ്പമില്ലാത്തൊരു ബേസാണ്. നിങ്ങളെ കമൻറ്റ് ചെയ്തോ. ഇതാണ് നമ്മുടെ പോർട്ടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങോട്ട് കയറുന്നു. നമ്മൾ കാണുന്നത് ബേസ്. അപ്പോൾ ഇതാണ് നമ്മൾ നെതറിൻ്റെ ബിൽഡ് പറയുന്നത്. ഇതാണ് നമ്മൾ നെതർ ബിൽഡ്, നെതർ സെറ്റ്. പിന്നെ അതൊരു ലഷ്കയൊക്കെ മരം സെറ്റിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ബേസ് അതങ്ങനെ നമ്മുടെ ബേസാണ്. അതിന് ലക്ഷത്തല്ല കഷ്ടപ്പെട്ട് കൂടിയതാണ്. ഇത് ബേസിൻ്റെ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയർ വർക്ക് ചെയ്യണോ വേണ്ട, ചെയ്യണമെന്നുണ്ട്, നമുക്ക് റെഡിയാക്കണം. പിന്നെ അതാണ് ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ബാൽക്കണി ഒന്നും ഞങ്ങൾ കാട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അടിയിലേക്ക് ഇറങ്ങിയ സ്റ്റോറേജ് റൂം, പിന്നെ ഞങ്ങൾക്ക് കോൺക്രീറ്റ് റെഡിയാക്കണ സ്ഥലമുണ്ട്. ഇവിടെ ഒരു ക്രീപ്പർ പണ്ടാറ ചക്കം വന്ന് പൊടിച്ചാണ്, കുറേറ്റ് കിച്ചനാണ് ക്രീപ്പർ എന്ന് പൊടിച്ചു. ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ഗ്രൂപ്പ് ഒരു ബിൽഡാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് വെക്കും. പിന്നെ നമ്മുടെ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കോൺക്രീറ്റ് വെക്കും, അതായത് കോൺക്രീറ്റ് പൗഡറില്ല വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ മെഗാ സ്റ്റോറേജ് ഏരിയ ഇതിലൊരു 10-20 ചെസ്റ്റൊക്കെ ഉണ്ടാവും. നമുക്ക് ഓരോന്നോരോന്ന് കാണിക്കാം. ഇത് ഡേർട്ടിൽ, പിന്നെ ഇത് ഗ്ലാസ്, പിന്നെ ഇതെന്താണ് ക്യാരറ്റൊന്നുമില്ല. പിന്നെ ഇത് ഡയമണ്ട്. ഇതൊന്നല്ല, നമ്മളിൽ ഇഷ്ടംപോലെ ഡയമണ്ട് ഉണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് നിറച്ച് ഡയമണ്ട് ഉണ്ട്. ഓരോ ബ്ലോക്ക് വെച്ചാൽ എത്ര മൊത്തം കൂട്ടി 35 ബ്ലോക്ക് 37 ബ്ലോക്കായിട്ടും പോകുന്നു. പിന്നെ അത് ചെസ്റ്റ് 2 ചെസ്റ്റുണ്ടെങ്കിൽ, പിന്നെ ആർമർ, പിന്നെ ഒരു വുഡ് ഏരിയ, ഷെബിൾ സ്റ്റോൺ, കൊളുന്നില്ല. പിന്നെ ഇതൊക്കെ പിന്നെ റോട്ടൺ ഫ്ലഷ് ചെയ്ത് റോട്ടൺ ഫ്ലഷ്, പിന്നെ അവിടെ ബോണുണ്ട്, പിന്നെ റെഡ് സ്റ്റോണ്, പിന്നെ ഫ്ലവേഴ്സ്, ലെതർ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ പറയാനുള്ള വെച്ചാൽ എന്താ, പിന്നെ നമുക്കൊരു ഫുഡിൻ്റെ ഷോപ്പ് നമ്മൾ ബിഡ് ചെയ്തിരിക്കണം. പ്ലോട്ട് ബിഡ് ചെയ്തിരിക്കണം. നമ്മൾ ബിഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. പിന്നെ നമ്മളെ ഈ ഷീൽഡ് ഉണ്ടോ, ഷീൽഡിൻ്റെ ഒരു ഇതുണ്ടോ, ഷീൽഡ് ഉണ്ട് നിങ്ങൾ കാണുന്നില്ല. എനിക്ക് ഞാൻ കൈ എടുത്ത് നോക്കട്ടെ. ഞാൻ ഇവിടെ വെച്ചരാൻ പറ്റില്ലല്ലേ.
കുഴപ്പമില്ല ഒന്ന് സെറ്റ് ആയി വന്നു. ഷീൽഡ് ഒരു സൂര്യൻ പിന്നെ മാതിരിക്ക് എനിക്ക് തോന്നണം. അതും നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടിയൊരു ബാനറാണ്. പിന്നെ എൻ്റെ കിരീടം, പുതിയ കിരീടം വെച്ചിട്ടുണ്ട്. അത് ഇത് സർവറിൻ്റെ ഒരു റിസോഴ്സ് പാക്കാണ്. നമ്മളെ കിരീടം ഇവിടെ ഉണ്ട്. നമ്മളെ കിരീടം ഒരു ചെങ്ങായി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഡയമണ്ട് കൂട്ടിയിട്ട് നമ്മളെ താടിയും കിരീടം നമ്മൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പെട്ടോ. ഈ ഒരു കിരീടം നമ്മൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വരുന്നതാണ്. പിന്നെ നമുക്കൊരു ഫുഡ് ഷോപ്പാണ് നമ്മളിപ്പോൾ മെയിനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് നമുക്കൊരു കൗക്രഷർ ഉണ്ടാക്കണം. പിന്നെ ഒരു ക്യാരറ്റ് ഫാം ഉണ്ടാക്കണം. ഈ സർവറിലാരെങ്കിലും ഗോൾഡ് ഷോപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറയുന്നുണ്ട്. കുറച്ച് ഗോൾഡിൻ്റെ ആവശ്യമുണ്ട്. ഒരു സെറ്റാക്കണം. ഗോൾഡ് ക്യാരറ്റ് വെക്കണം. ഫുഡ് ഷോപ്പ് നമ്മൾ ഏറ്റുന്നു. ഫുഡ് ഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കും. അപ്പോൾ ഇത്ര ഉള്ളത്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.